ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ഷോപ്പിൻ്റെ ഉടമസ്ഥനുള്ള ആപ്പാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോപ്പിൽ ഇപ്പോൾ ഉടമസ്ഥ മാത്രമാവില്ലല്ലോ ഉണ്ടാവുന്നത്. ചിലപ്പോൾ അവിടെ എംപ്ലോയീസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് നിങ്ങളൊരു അക്കൗണ്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ ഈ ആപ്പിൻ്റെ അകത്താണ് അവർക്കുള്ള അക്കൗണ്ട് ഉണ്ടാക്കേണ്ടത്. എന്നിട്ട് ആ ഒരു ID പാസ്വേഡ് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് അവരുടെ ഫോണിൽ ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താ മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിപ്പോൾ ഉടമസ്ഥൻ്റെ ആപ്പാണ്. ഉടമസ്ഥന് എത്ര ഏണിങ്സ് എന്നും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷേ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അവരുടെ അക്കൗണ്ടിലാണ് അവർ ലോഗിൻ ചെയ്തതെന്നുണ്ടെങ്കിൽ അവർക്ക് ഏണിങ്സ് ഒന്നും കാണാൻ പറ്റില്ല. അവർക്ക് ഓർഡർ മാനേജ് ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറ്റുള്ളൂ. കാരണം അതിൻ്റെ കാര്യമുള്ളല്ലോ അവർക്ക്. ഓണേഴ്സല്ലേ ഏണിങ്സും കാര്യങ്ങളൊക്കെ കാണേണ്ട ആവശ്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എംപ്ലോയീസിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിൻ്റെ അണ്ടറിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ മാനേജ് എംപ്ലോയി എന്ന് കണ്ടില്ലേ, മാനേജ് എംപ്ലോയി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഇവിടെ ഓപ്പൺ ആവും. ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ സ്റ്റോറിൻ്റെ പാസ്വേഡ് നിങ്ങൾക്ക് ഓർമ്മയില്ല. ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾ ID പാസ്വേഡും കൊടുത്തിട്ടില്ലായിരുന്നു. ആ ഒരു സെയിം ഇമെയിൽ ID പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ ഒരു സെയിം ഇമെയിൽ ID പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഈ വലത്തെ ഭാഗത്ത് കാണുന്ന ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. IUAXD ജസ്റ്റ് ലോഗിൻ എടുക്കുക. ലോഗിൻ ക്ലിക്ക് ചെയ്ത പാടെ ചിലപ്പോൾ അത് ഇറർ വല്ലതും കാണിക്കും. അത് ഈ ക്യാപ്ഷയുടെ ലെറ്റേഴ്സ് കറക്റ്റ് ടൈപ്പ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് കാണുന്നത് വരെ ഈ വലത്തെ ഭാഗത്തുള്ള റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ കോഡ് അവിടെ വരും. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ പാസ്വേഡ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ വീണ്ടും ലോഗിൻ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, ലോഗിൻ ക്ലിക്ക് ചെയ്ത് അങ്ങനെ ഒരു പേജിലോട്ടേക്കും വരും. ഇവിടെ നിങ്ങളൊന്നും ചെയ്യാനില്ല. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടത്തെ ഭാഗത്ത് മുകളിൽ നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആ ആരോ മാർക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളൊരു റോള് സെറ്റ് ചെയ്യണം. എംപ്ലോയി റോൾ എന്നുണ്ടല്ലേ, എംപ്ലോയി റോൾ എന്നുള്ള ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലോട്ട് വരും. എന്നിട്ട് റോളിൻ്റെ പേര് കൊടുക്കുക. ജസ്റ്റ് ഇപ്പോൾ കറൻറ്റ്ലി ഒരു റോൾ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ റോളിൻ്റെ പേര് ഞാൻ എംപ്ലോയി എന്ന് തന്നെ കൊടുത്തു വിചാരിക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അവർക്ക് എന്ത് പെർമിഷനാണ് കൊടുക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു എംപ്ലോയിയെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അവർക്ക് ജസ്റ്റ് ഓർഡർ മാനേജ് ചെയ്താൽ മാത്രം പോരെ. അപ്പോൾ ഇവിടെ ആൾ മൊഡ്യൂൾ പെർമിഷൻ എന്നുള്ളത് ടിക്ക് ചെയ്യരുത്. ഓക്കെ, അതിൽ ഇങ്ങനെ താഴോട്ട് പോകാനായിട്ട് ഓർഡർ മാനേജ്മെൻറ്റ് കണ്ടോ, ഓർഡർ മാനേജ്മെൻറ്റിൽ സെലക്ട് ആളെന്ന് കൊടുക്കുക. അതിൽ ഈ പോയിൻ്റ് ഓഫ് സെയിൽ വേണ്ട, ജസ്റ്റ് അത് ടിക്ക് ഓഫ് ആക്കിയാൽ മതി. ഓക്കെ, അതിനുശേഷം ഐറ്റം മാനേജ്മെൻറ്റ് കണ്ടോ, അവർക്ക് ഐറ്റം മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കണമെന്ന്. അതായത് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ പെർമിഷൻ കൊടുക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ ഇവിടെ പെർമിഷൻ കൊടുക്കുന്നുണ്ട്. പ്രോഡക്റ്റൊക്കെ ആഡ് ചെയ്തോട്ട് അവർ മാർക്കറ്റിംഗ് സെക്ഷനിൽ ഞാൻ ഒന്നും കൊടുക്കുന്നില്ല. കാരണം അവർക്ക് പരസ്യം കൊടുക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. കാര്യം അവർ ഓണേഴ്സ് അല്ലല്ലോ. അവർ ജസ്റ്റ് ഓർഡർ മാനേജ് ചെയ്താൽ പോലെ. അതേപോലെ അഡ്വർടൈസ്മെൻറ്റ് അതും പരസ്യം തന്നെയാണ്. അത് ഞാൻ ടിക്ക് ഇടുന്നില്ല. വാലറ്റ് മാനേജ്മെൻറ്റ് അത് പ്രത്യേകം ഞാൻ ടിക്ക് ഇടുന്നില്ല. കാര്യം അവർ നമ്മുടെ എംപ്ലോയീസ് ഓണേഴ്സിന് എത്ര ഏണിങ്സ് ഉണ്ടെന്ന കാര്യങ്ങളൊന്നും കാണേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാലറ്റ് മാനേജ്മെൻറ്റ് ടിക്ക് ഇടുന്നില്ല. ഇനിയിപ്പോൾ അത് കാണുന്നുള്ളവർക്ക് അത് ടിക്ക് ഇടുകയും ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ എംപ്ലോയി മാനേജ്മെൻറ്റ് ഇപ്പോൾ നമ്മൾ നേരത്തെ എംപ്ലോയി ക്ലിക്ക് ചെയ്താണ്ട് ഇങ്ങോട്ട് വന്നില്ലേ ഒരു പേജിലോട്ട്. അപ്പോൾ ആ ഒരു സംഭവം വേണോ വേണ്ടോ എന്ന് ചോദിക്കുന്നത് ജസ്റ്റ് ഞാൻ കൊടുക്കുന്നില്ല, ഒന്നും ടിക്ക് ഇടുന്നില്ല. ഇതൊന്നും ഞാൻ ടിക്ക് ഇടുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ടിക്ക് ഇടാം. അതേപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ പ്ലാന്, റിവ്യൂസ് ഞാൻ കൊടുക്കുന്നുണ്ട്. അവർ റിവ്യൂസ് കണ്ടോട്ടെ, ചാറ്റ് കസ്റ്റമേഴ്സിന് വേണ്ടി സംസാരിച്ച് ചെയ്തോട്ടെ. അപ്പോൾ ചാറ്റൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തു. നേരെ സബ്മിറ്റ് കൊടുക്കുകയാണ്. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു റോൾ അവിടെ ആഡ് ആവും. ഇപ്പോൾ അങ്ങനെ റോൾ ആഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ എംപ്ലോയി എന്ന് പറഞ്ഞ റോൾ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എത്ര റോൾ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. ഇവിടെ പല പേരിൽ പല റോൾ കൊടുക്കാൻ പറ്റും. ഡിഫറെൻറ്റ് പെർമിഷൻസും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഈ ഒരു റോള് ഈ റോളിൻ്റെ ബേസിൽ ഒരു ID പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ഈ ഒരു ID പാസ്വേഡ് വെച്ചിട്ടാണ് അവർ ലോഗിൻ ചെയ്യേണ്ടത്. എന്നിട്ട് ഇടത്തെ ഭാഗത്ത് മുകളിൽ ആ ആരോ മാർക്ക് കണ്ടില്ലേ, ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നേരത്തെ നമ്മൾ എംപ്ലോയി റോളാണ് ക്ലിക്ക് ചെയ്തത്. ഇപ്രാവശ്യം എംപ്ലോയീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആഡ് ന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആഡ് ന്യൂ എന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരു എംപ്ലോയിനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. അപ്പോൾ എംപ്ലോയിൻ്റെ പേര് ഞാനൊരു പേര് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു എംപ്ലോയിൻ്റെ പേര് ഞാൻ കൊടുത്തു. അതേപോലെ തന്നെ ഓക്കെ, ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം കൊടുക്കുക. അതേപോലെ തന്നെ നമ്പർ കറക്റ്റ് തെറ്റാണ്ട് കൊടുക്കണം. കറക്റ്റ് ആ ഒരു എംപ്ലോയിൻ്റെ നമ്പർ തന്നെ ഇവിടെ കൊടുക്കുക. ഓക്കെ, അതിന് കൊടുത്തതിന് ശേഷം റോള് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ച റോൾ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക, എംപ്ലോയി എന്നുള്ളത്. എന്നിട്ട് ആ ഒരു എംപ്ലോയിൻ്റെ പ്രൊഫൈൽ ഐക്കൺ ഇവിടെ ചൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു പ്രൊഫൈൽ ഐക്കൺ ചൂസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ തൽക്കാലം വേറെ ഫോട്ടോ അല്ല, നിങ്ങൾ അവരുടെ നല്ല ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോ അവിടെ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം അക്കൗണ്ട് ഇൻഫർമേഷൻ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഇമെയിൽ ID പാസ്വേഡും കറക്റ്റ് തെറ്റാണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ,
അപ്പോൾ അവരുടെ ഒരു ഇമെയിൽ ഐ ഡിയും അതേപോലെ തന്നെ പാസ്വേഡ് 2 തവണ അടിച്ചു കൊടുക്കുക. അങ്ങനെ അവരുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആവും. ഈ ഒരു ഐ ഡി പാസ്വേഡ് വെച്ചിട്ടാണ് ഇനി അവർ ലോഗിൻ ചെയ്യേണ്ടത്. അവരെങ്ങനെ ലോഗിൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഇമെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുക, പാസ്വേഡ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നേരെ വലത്തെ ഭാഗത്ത് താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എംപ്ലോയി ആഡഡ് സക്സസ്ഫുള്ളി എന്ന് കാണാൻ പറ്റും. ഇനി എങ്ങനെയാണ് ആ എംപ്ലോയി ഈ ആപ്പിൻ്റെ അകത്തോട്ട് ലോഗിൻ ചെയ്യേണ്ടത് പറഞ്ഞത്? അവർക്കായിട്ട് വേറെ ആപ്പല്ല, ഈ സെയിം ആപ്പ് തന്നെയാണ്. അവരെങ്ങനെ ലോഗിൻ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഇടത്തെ ഭാഗത്ത് മുകളിലുള്ള ബാക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പേജിലോട്ട് വരുമല്ലോ. ഓക്കെ, എന്നിട്ട് ഇതിപ്പോൾ അവരുടെ ഫോണാണ് ആയിരിക്കും. അവരുടെ ഫോണാണ് ചെയ്യേണ്ടത്. നിങ്ങളെ ഫോണിൽ തന്നെ പോയിട്ട് അവരുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യരുത്. അവരുടെ ഫോൺ നേരെ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അവരുടെ ഫോണിൽ ഫസ്റ്റ് ഈ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കുമല്ലോ ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും അവർ ഫോൺ ഈ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ അവരുടെ ഫോണിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇവിടെ കറൻ്റ് ഷോപ്പ് ഓണറിലാണ് കിടക്കുന്നത്. ഇത് നിങ്ങളുടെ ഷോപ്പ് ഓണേഴ്സ് ലോഗിൻ ചെയ്യേണ്ടതാണ് ഇങ്ങനെയാണ്. ഇനി അവരെ ലോഗിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഷോപ്പ് എംപ്ലോയി എന്നുണ്ട്. ഷോപ്പ് എംപ്ലോയിമേ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവരുടെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സൈനിങ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അവരുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റിമെമ്പർ ബി ടിക്ക് ഇട്ടുകൊണ്ടിട്ടോ, കാരണം ഇനിയിപ്പോൾ നിങ്ങൾ ലോഗൗട്ട് അടിക്കുമ്പോൾ നിങ്ങളുടെ പാസ്വേഡ് ഇവിടെ ഫില്ലായി കിടക്കും, വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നേരെ സൈൻ എന്നുള്ള ബട്ടനെ ക്ലിക്ക് ചെയ്ത് ഇനി രജിസ്റ്റർ ഷോപ്പ് ഒന്നും ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു പ്രാവശ്യം നിങ്ങൾ ഷോപ്പ് രജിസ്റ്റർ ചെയ്താൽ മതി, വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ലോഗൗട്ട് അടിച്ചിട്ട് ഇപ്പോൾ ഈ ആപ്പ് ഡിലീറ്റ് ആയി പോയി ആയിരിക്കും അറിയാതെ. ഇനിയിപ്പോൾ ഓണേഴ്സ് തന്നെ ഈ ആപ്പിൻ്റെ അകത്തോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ ഷോപ്പ് ഓണറെ ക്ലിക്ക് ചെയ്തിട്ട് കറക്റ്റ് ഐ ഡി പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ഷോപ്പ് ഓണറിൻ്റെ ഐ ഡി പാസ്വേഡ് ആദ്യം ക്രിയേറ്റ് ചെയ്തേ, അത് വെച്ച് സൈനിങ് ക്ലിക്ക് ചെയ്യുന്നത്. അതിന് വീണ്ടും രജിസ്റ്റർ ഒന്നും ചെയ്യരുത് ഷോപ്പ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഷോപ്പ് എംപ്ലോയിൻ്റെ കീഴിലാണ് ജോയിൻ ചെയ്യുന്നത്. ആ ഷോപ്പ് എംപ്ലോയി ക്ലിക്ക് ചെയ്ത് എന്നിട്ട് നേരെ സൈൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണെ. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു ആപ്പിൻ്റെ കാണുന്ന രീതി മാറി. ഇതിപ്പോൾ എംപ്ലോയി ആണ് ജോയിൻ ചെയ്തേക്കുന്നത്. എംപ്ലോയിക്ക് ഏണിങ്സ് ഒന്നും കാണാൻ പറ്റില്ല, എത്ര രൂപ ഉണ്ടാക്കി എന്നുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഓഫ് ആക്കിയിട്ടല്ലോ. നിങ്ങൾ കൊടുക്കുന്ന റോളിൻ്റെ പെർമിഷൻ അനുസരിച്ചാണ് ഈ എംപ്ലോയിക്ക് കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റുക. അപ്പോൾ ഓർഡർ വന്നു കഴിഞ്ഞാൽ ഓർഡർ ഇവിടെ മാനേജ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഏതൊക്കെ ഓർഡേഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഏതാ ഓർഡർ, ഏത് കസ്റ്റമർ എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. വാലറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് യു ഡോണ്ട് ഹാവ് പെർമിഷൻ ടു ആക്സസ് ദിസ് ഫീച്ചർ എന്ന് പറയാം. നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവർക്ക് വാലറ്റിൻ്റെ അകത്തുള്ള ഒന്നും കാണാൻ പറ്റില്ല. ഓക്കെ, വലത്തെ ഭാഗത്തുള്ള മെനു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ സെലക്ട് ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്, റിവ്യൂവിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഐറ്റംസ് മാനേജ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഇവർക്ക് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ പെർമിഷനാണോ ആ ഒരു റോളിന് കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ എംപ്ലോയിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഇനി പ്രത്യേക എന്തെങ്കിലും കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാക്മാർട്ടിനെ കോൺടാക്ട് ചെയ്താൽ മതി.